സോളോ ലെവലിംഗിന്റെ സീസൺ 2 ആറാമത്തെ എപ്പിസോഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ആന്റിസിപ്പേറ്റഡ് എപ്പിസോഡ് ആയിരുന്നു. ഞാൻ കുറെ അധികം കാത്തിരുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ്. കാരണം കിഡിലൻ ഫൈറ്റ് ഇതിൻ്റെ അകത്ത് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പ്രതീക്ഷകളൊന്നും തെറ്റാതെ തന്നെ നല്ല കിഡിലൻ എപ്പിസോഡ് തന്നെ നമുക്ക് ലഭിച്ചു. ആനിമേഷൻ ആണെങ്കിലും ഫൈറ്റ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സോളോ ലെവലിംഗ് ഒത്തിരി വട്ടം വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്യൂർ പുതിയൊരു ആനിമി കാണുന്ന ഫീൽ ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ചു. എന്നാൽ നമ്മുടെ ജിന്നുവിന്റെ കുറേയധികം ബാഡ് ആസ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു ഫൈറ്റിൽ നിന്ന് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സങ്കടം തോന്നി. ജിന്നു പതുക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ ക്യാരക്ടറിന്റെ ആ ഒരു ലെവൽ മാറി വരുന്നുണ്ട്. അത് മാൻഹോൽ ഈച്ച് ആൻഡ് എവരി ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ആനിമിയിൽ അങ്ങനെയല്ല. അതുമല്ല മാൻഹോൽ തന്നെ വൺ ഓഫ് ദി ഹയസ്റ്റ് റേറ്റഡ് ഫ്രീക്വൻസി ഉള്ള എ റാങ്ക് ലെവലായിട്ടാണ് ഈ ഒരു ഗേറ്റിനെയൊക്കെ കാണിച്ചിട്ടുള്ളത്. അതൊന്നും ആനിമിലേക്ക് വന്നപ്പോൾ അത്ര ഇമ്പാക്ട് കിട്ടിയിട്ടില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം ഞാൻ പറയാം. ഫാൻ ഫേവറേറ്റ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ ടസ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ല. കാര്യം ആനിമിയിൽ അതിന്റെ പേര് ഒഫീഷ്യലി ചേഞ്ച് ആയ കീബ് എന്നാക്കിയിട്ടുണ്ട്. ഈ ടസ്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നേരത്ത് കീബ് എന്നാണ് കേട്ടോ വരുന്നത്. എങ്കിലും അത് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന് എനിക്ക് ഈ ചെറിയൊരു ഡിസപ്പോയിൻമെന്റ് ആണ് സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ സോളോ ലെവലിംഗിന്റെ ഒരു ഫുൾ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ മാൻഹോയും വായിച്ചിരിക്കണം.